സൗദി അറേബ്യയിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ വീഡിയോ ആണ് ഇന്ന് ഞാൻ അഫൂഫിലേക്കുള്ള യാത്രയിലാണ്. അഫൂഫിലെ വിശേഷങ്ങൾ ഇന്ന് കാണാൻ കേട്ടോ. ഇതിവിടെ ഒരു അടിപൊളി മരുഭൂമിയാണ് ഈ കാണുന്നത്. ഒരു പ്രത്യേകതരം മരുഭൂമിയാണ്. ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി കുറച്ച് ദിവസം സൗദി അറേബ്യയിലെ വീഡിയോ ആയിരിക്കും നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഇപ്പോൾ ഞാൻ ഹൊഫൂഫിലേക്കുള്ള വഴിയാണ്. ആ കാണുന്നത് ഒരു സിമെൻറ്റ് ഫാക്ടറിയാണ് കേട്ടോ. ഫാക്ടറി അവൻ്റെ ഒരു ചെറിയ വിശേഷം ഞാൻ പറയാം. ഈ സിമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരുന്ന ഒരു ബെൽറ്റും ആ ഒരു മലയൊക്കെ ഞങ്ങൾക്ക് കാണിക്കാം. എന്തായാലും നമുക്ക് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഒന്നുമില്ല, ഇവിടെ എല്ലാം മരുഭൂമിയാണ്. കത്താ ദൂരത്ത് മരുഭൂമിയാണ്, ഒന്നും കാണാനില്ല. ഇവിടെ ഒരു പച്ചപ്പുമില്ല. ഇനി നമ്മൾ ഹഫൂഫിലെത്തിയാൽ അവിടെ, അല്ലെങ്കിൽ അൽഅസയിലെത്തിയാൽ അവിടെ നല്ല പച്ചപ്പും നല്ല സീനറീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് ഗിന്നസ് ബുക്കിൽ വരെ പേരുള്ള സ്ഥലമാണ് അൽഅസയിലെ ഈന്തപ്പഴത്തോട്ടം. ഇപ്പൊ നമുക്ക് അത് കാണാം. അതുപോലെ അവിടെ ഒരു വലിയ ഫേമസ് ആയ ഒരു ഹില്ലുണ്ട്. അതുപോലെ പിന്നെ ഒരു കേവ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു സിമെന്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ. ആ കാണുന്നതാണ് സിമെന്റ് ഫാക്ടറി. ആ കാണുന്ന സിമെന്റ് ഫാക്ടറി. അവിടത്തേക്ക് ഈ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്ന ബെൽറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നോക്കിയേ, ഈ കാണുന്നതാണ് ബെൽറ്റ്. എത്ര ദൂരെ നിന്നാണ് കൊണ്ടുവരുന്നത് നോക്കണേ. അതേ ആ കാണുന്ന മലയുടെ മേളിൽ നിന്നാണ് ഇതിനെ കൊണ്ടുവരുന്നത്. വളരെ ദൂരെയാണ്. വളരെ ദൂരം എന്ന് പറഞ്ഞാൽ വളരെ ദൂരം ഇങ്ങനെ പൈപ്പ് ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരാണ് കേട്ടോ. എന്താ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ഈ ബെൽറ്റിൽ കൂടി അവിടെ നിന്ന് ഓടി ഇങ്ങനെ വന്നാണ് ഈ മലയിലുള്ള അവിടേക്ക് കൊണ്ടുപോകുന്ന കേട്ടോ. ഇതൊരു ഭയങ്കര സംഭവമാണ്. കിലോമീറ്റർ കണക്കിന് ദൂരെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ കാണാൻ ഇങ്ങനെ ഒരു ഇതുണ്ടോ? ഇത് ഒന്നുകിൽ ഇത് കൊണ്ടുവരുന്നത് ട്രെയിലറിലോ ട്രെയിനിലോ കൊണ്ടുവന്നിട്ടായിരിക്കും ഫാക്ടറിയിലേക്ക് നിക്ഷേപിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. കിലോമീറ്ററോളം ഈ ബെൽറ്റിൽ ഇങ്ങനെ ഇട്ട് ഇതിങ്ങനെ മെഷീൻ വഴി റൺ ചെയ്ത് അവിടേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന്റെ കാഴ്ചകൾ കാണാം. ഇത് കൂടുതൽ ഇനി സിമെന്റ് ഫാക്ടറിയിലേക്ക് പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പുറമേ നിന്ന് ഇങ്ങനെ ഞങ്ങൾ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കിലോമീറ്റർ കണക്കിന് ബെൽറ്റിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരുന്ന ബെൽറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് നടന്നിട്ട് കാണിച്ചു തരാം. ഇത് മരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. കണ്ടില്ലേ ഈ കാണുന്നത് ഇങ്ങനെ കൊണ്ടുവരുന്നത്. പൈപ്പ് ലൈൻ ഇങ്ങനെ കണ്ടോ? അത് മരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. പൈപ്പ് ഇങ്ങനെ ഓടിയതേ ഈ കാണുന്ന എക്സ്പ്രസ് വേ ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇവിടെ നിന്ന് കിലോമീറ്റർ ദൂരെല്ലാം ഫാക്ടറി. ആ കാണുന്നതാണ് ഫാക്ടറി. അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ. ഞാൻ അടുത്തെത്തി കേട്ടോ. ഫാക്ടറിയുടെ അടുത്തെത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് പാലത്തിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചത്, ആദ്യം കാണിച്ചത്. അതായത് അത് കൊണ്ടുവരുന്ന ആ ലൈനാണ് ആദ്യം വീഡിയോ കാണിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ തിരിച്ച് ഫാക്ടറിയുടെ അടുത്തേക്ക് എത്തി. അവിടെ നിന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ നല്ല സൗദി സെക്യൂരിറ്റീസൊക്കെ ഉള്ളത് കാരണം പോകാൻ പറ്റില്ല. അവിടെ പട്ടാളക്കാരൊക്കെയാണ് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന സാധനം നേരിട്ട് ആ പ്ലാന്റിനകത്തേക്ക് നിക്ഷേപിക്കുകയാണ് കേട്ടോ. നല്ല പൊക്കത്തിലാണ്
ഇവിടെ നേരെ ആ ബെൽറ്റിൽ കൂടി വന്നിട്ട് ആ പ്ലാന്റിനകത്തേക്ക് പോവാണ്. ഇതിൻ്റെ വേസ്റ്റ് ആണെന്ന് തോന്നുന്നു ഈ ഇവിടെ ഇങ്ങനെ വെളിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു മല പോലെ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. സിമെൻറ്റിൻ്റെ വേസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഇത് പാറയാണല്ലോ പൊടിച്ച് സിമെൻ്റ് ആക്കുന്നത്. അതിൻ്റെ ഈ വേസ്റ്റാണ് ആ കാണുന്നത്. ഇവിടുത്തെ പാറ നിങ്ങൾ കണ്ടില്ലേ, അത് കരിങ്കല്ല് പോലെ അല്ല, ഒരു മണ്ണ് പോലത്തെ ഇതാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് എടുത്ത് സിമെൻ്റ് ആക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല, സിമെൻ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. എന്തായാലും ഇത് സിമെൻറ്റ് ഫാക്ടറിയാണ്. ഞാൻ നേരത്തെ ഇതിനുള്ളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ പോകാൻ പറ്റില്ല. ഇപ്പോൾ പട്ടാളക്കാരും സൗദികളും ഒക്കെയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചൈനക്കാരായിരുന്നു. ആ സമയത്ത് ഞാനൊരു സാധനം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് കണ്ടുള്ള പരിചയമാണ്. അന്ന് ഞാൻ വിചാരിച്ചു ഇന്നും അവിടേക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അതിൽ പോകാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ ഇപ്പം നിറച്ചും സൗദികളും പട്ടാളക്കാരും ഒക്കെ ആയി സെക്യൂരിറ്റികൾ. അത് കാരണമാണ് ഞാൻ വെളിയിൽ നിങ്ങൾക്ക് കാണിച്ചത്. അതിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ പറഞ്ഞു തന്നതും. ഇത്രയൊക്കെയാണ് ഈ സിമെൻറ്റ് ഫാക്ടറിയുടെ വിശേഷങ്ങൾ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ അവിടെ. ഒരു രക്ഷയില്ല. നല്ല വെയിലും കാറ്റും മരുഭൂമിയാണ്. നല്ല കാറ്റുണ്ട്. വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എക്സ്പ്രസ് ഹൈവേയിലാണ്, അൽ ഹസയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണ്. നല്ല കാറ്റുമുണ്ട്, അതുപോലെ തന്നെ ചൂടുമുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റില്ല, ഗ്ലാസ് ഇല്ലാതെ പുറത്തേക്ക് തേക്കാൻ ഒരു വഴിയില്ല. അപ്പൊ ഞാൻ ആ സിമെന്റ് ഫാക്ടറിയുടെ തൊട്ട് അടുത്താ ഉള്ളത് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കൊണ്ടുപോകുന്ന ബെൽറ്റ്. ഇന്ന് ഞാൻ കുടുംബത്തോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. കുടുംബം കൂടെ ഉണ്ട്. ഞാൻ ഒരു കാറിലിരിക്കുകയാണ്. അതൊന്നും പുറത്തിറങ്ങിയിട്ടില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ചൂടുണ്ട്. അൽ ഹസൻ എന്നാണ് ഖത്തർ UAE ഒക്കെ പോകുന്നത് കേട്ടോ. അത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഖത്തറിലേക്ക് പോകുന്ന വഴി. ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ടാണ് UAE-യിലേക്കുള്ള റോഡ്. ഇതെല്ലാം ഇവിടെയാണ് ബോർഡർ പങ്കിടുന്നത്. സൗദി അറേബ്യ ബോർഡർ പങ്കിടുന്ന സ്ഥലമാണ്. അതായത് ഇത് ഖത്തറിൻ്റെ ബോർഡർ പങ്കിടുന്ന സ്ഥലം. അറൗണ്ട് ഒരു 190 കിലോമീറ്റർ അങ്ങോട്ടുണ്ട് ഇവിടെ നിന്ന് ഖത്തർ ബോർഡറിലേക്ക് കേട്ടോ. അതുപോലെ UAE-യിലേക്കും. നമ്മൾ എന്തായാലും ഇപ്പം ഖത്തറിലേക്കും UAE-യിലേക്ക് പോകുന്നില്ല. ഇനിയൊരു അവസരത്തിൽ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഖത്തറിലേക്ക് പോകും. ഇപ്പം ഞങ്ങൾ ഹഫൂഫിലേക്ക് വന്നപ്പോൾ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതേ പോകുന്ന റോഡാണ്, ഇങ്ങനെ ഖത്തറിലേക്ക് പോകുന്ന റോഡ് കേട്ടോ. ഇത് സൗദി അറേബ്യ ട്രെയിനാണ് കേട്ടോ. കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ട്രെയിനാണ്. ദമാമിലേക്കും ജുബൈലിലേക്കും ഒക്കെ ഇപ്പോൾ കണ്ടെയ്നർ കൊണ്ടുപോകുന്നതാണ്. ജുബൈലിൽ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ട്രെയിൻ സർവീസ്. അവിടേക്ക് കൊണ്ടുപോകുന്ന കണ്ടെയ്നേഴ്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇത് റിയാദിൽ നിന്ന് ട്രെയിൻ വരുന്നതാണ്. ഇവിടെ ആകെ ട്രെയിൻ ഉള്ളത് ദമാം ടു റിയാദാണ്. 2 ട്രെയിൻ ഇതേ പോകണം കേട്ടോ. പാസഞ്ചറും അതോടൊപ്പം തന്നെ ഇതേ ഗുഡ്സും പോകുന്നു കേട്ടോ. പാസഞ്ചറും ഉണ്ട്, ഗുഡ്സും ഉണ്ട്. ഹഫൂഫ് അല്ലെങ്കിൽ അൽ ഹസ സിറ്റിയുടെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. സിറ്റിയുടെ എൻട്രൻസ് ആണ് ഇപ്പം കാണുന്നത്. എൻട്രൻസിൽ തന്നെ
റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. തുടക്കത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആകെ ദമാമിൽ നിന്ന് ട്രെയിൻ റിയാദിലേക്ക് പോകുന്ന വഴിയിൽ 2 സ്ഥലത്ത് മാത്രമേ ട്രെയിൻ നിർത്തുകയുള്ളൂ. ഒന്ന് അബ്കേക്കിലും പിന്നെ അത് കഴിഞ്ഞ് അൽഹസയിലും മാത്രമേ ട്രെയിൻ നിർത്തുകയുള്ളൂ. 2 സ്റ്റോപ്പേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് അൽഹസയിൽ നിന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് റിയാദിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അൽനൂസ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു അടിപൊളി ഹോസ്പിറ്റലാണ് ഇവിടുത്തെ. ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ കാണുന്നത്. അൽനൂസ റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽ. ഭയങ്കര സ്റ്റൈലായിട്ടാണ് അത് പണിതിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു ബിൽഡിംഗ്. ഇത് അത്ര വലിയ സിറ്റി അല്ല അൽഹസ അല്ലെങ്കിൽ അഫൂഫ്. ഇവിടെ അത്ര പണക്കാരും അല്ല താമസിക്കുന്നത്. ഇവിടെ കുറച്ച് സാധാരണപ്പെട്ടവരാണ് താമസിക്കുന്നത്. ദമാമോ കോബാർ പോലുള്ള ഒരു സിറ്റി അല്ല കേട്ടോ. സിറ്റി സെന്റർ കേട്ടോ. അപ്പൊ നമ്മള് സിറ്റി സെന്റർ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, അത്ര വലിയ സിറ്റി ഒന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. നമ്മുടെ വിദേശികളൊക്കെ ആവശ്യം പോലെ ഉള്ള സ്ഥലമാണ്. ദമാമിനോട് അടുത്താണ്. അറൗണ്ട് 130 കിലോമീറ്ററോളം ഉണ്ട് ദമാമിൽ നിന്ന് അൽഹസയിലേക്ക്. എന്നാലും ദമാമിലുള്ള അതുപോലെ തന്നെ സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടെന്നാലും. പക്ഷെ കുറച്ച് ബിസിനസ് കുറഞ്ഞൊരു ഏരിയ ആണ് ഇവിടെ. ഇവരുടെ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഫിഷ് പിന്നെ ഡേറ്റ്സ് അങ്ങനെയൊക്കെയാണ് ഇവരുടെ ബിസിനസ്. വലിയ രീതിയിലുള്ള ഇൻഡസ്ട്രി ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഈത്തപ്പഴത്തിന്റെ മരങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നോക്കി, ഈ 2 സൈഡിലും കാണുന്ന ഇതാണ്. ഇതിപ്പം ഈത്തപ്പഴം ഉണ്ടായിട്ടേ ഉള്ളൂ. ഇതിന് നൊയമ്പ് സമയമാകുമ്പോഴേ ഇത് പാകാവുള്ളൂ കേട്ടോ. എല്ലായിടത്തും ഇത് തന്നെയാണ് പച്ചപ്പ്. 2 സൈഡിലും നോക്കി, ഇവിടെയൊക്കെ കാണുന്ന ഇതാണ്. അങ്ങോട്ട് മുന്നിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഹബൂബിന്റെ അല്ലെങ്കിൽ അൽഹസയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഏറ്റവും വലിയ ഈന്തപ്പഴത്തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്.